നിർത്ത് നിർത്ത് നിർത്ത്. എന്താ പതിവില്ലാതെ ടെറിട്ടറി വിട്ടൊരു കറക്കം? തേടി വന്ന ആരാണെന്ന് തൽക്കാലം നീ അറിയണ്ട. എന്നാ വണ്ടി വിടും, ടൗണിലേക്ക് വിട്ടു. എടാ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഒരു പണിയുടെ കുറവ്. ചെറിയ പണിയാക്കില്ലേ, നല്ല കിടുക്കം പണി തന്നെ കൊടുക്കണം ആ മണ്ടൻ. എന്തൊക്കെയാ ഇന്നത്തെ പരിപാടികള്? അത് 1-2 സ്ഥലങ്ങളിൽ പോണം. ഞാൻ വരണോ? വേണം, ഞാനും വരാം. വേണമെന്നില്ല, ഞാൻ തനിച്ച് പോയിക്കോളാം. ഇന്ന് ഞാനില്ല. പിന്നെ ദാ ആ കാണുന്നതാ എന്റെ ഓഫീസ്. അപ്പൊ ഇതുവരെ വന്നാ മതിന്ന്. ഒന്ന് പോടി അവിടുന്ന്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഒരു ഓട്ട പ്രദർശനം നടത്തിയിട്ട് വരാം. ഏതായാലും ഓട്ടം വേണ്ട, ഓട്ടോയിലായിരിക്കും. ബൈ ബൈ. എന്ത് ചേച്ചി നോക്കണത്? ചേച്ചിക്ക് കാത് കേട്ടൂടെ? അത് ഞാനൊരാളെ കാണാൻ വന്നതാ. ആണാ ചേച്ചി നമ്മളെ കാണാൻ വന്നതാന്ന്? ഇല്ല, എനിക്ക് ആള് തെറ്റിയതാ. എന്തായാലും ചേച്ചി നമ്മളെ കാണാൻ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കൂടിയിട്ട് പോവാം. ശരത്, എനിക്കിവിടെ ഇറങ്ങണം. ഇനി ശരത്ത് പോയിക്കോളൂ. ശരി. അല്ല വൈഫേ, ഒരു ഡിവറ്റിന്റെ സമയമായില്ലേ എന്ന് എനിക്കൊരു സംശയം. അച്ഛാ, ഡിവേറ്റ് പോയിട്ട് അവളുടെ പേര് പോലും ഇതുവരെ അറിയില്ല എന്ന് വെച്ചാ ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. സിനിമയെ കാണുമ്പോൾ അവൾ എപ്പോഴും എന്തിനാടാ നിന്റെ മുമ്പിൽ വന്നിങ്ങനെ ചാടുന്നത്? അതിനെയാണ് യാദൃശ്ചികത എന്ന് പറയുന്നത്. ഓ, യാദൃശ്ചികത. ഞാൻ നിന്റെ മുമ്പിൽ പെട്ടുപോയതുപോലെ. പെട്ടുപോയെന്നോ? ഞാനല്ലേ പെട്ടുപോയത്. എന്റെ വൈഫേ, നമ്മുടെ മോനെ ഏത് പെണ്ണിനാ ഇഷ്ടപ്പെടാത്തത്? അവൻ എന്താ ഒരു കുറവ്? അവൻ എന്താ ഉള്ളത്? സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയോ ഒരു വീടോ ഉണ്ടോ? നല്ലൊരു ജോലിയെങ്കിലും ഉണ്ടോ? എന്റെ പൊന്നു വൈഫേ, ഭരതന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും സ്വന്തമായി വീടില്ലായിരുന്നു. പിന്നെ ജോലി, അത് പിന്നെ പാരമ്പര്യമായി കൈമാറി വരികയല്ലേ. ദേ, എന്റെ മോനും കിട്ടും എന്റെ ജോലി. അതെ, ഒരു കാര്യം മുമ്പേ പറഞ്ഞേക്കാം, ഞാൻ അങ്ങ് തട്ടിപ്പോയാൽ പിന്നെ ചുമ്മാ അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കരുത്. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണം. അതാവുമ്പോ ചത്തു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ തന്നെ കിടക്കാലോ. അങ്ങനെ ഒന്ന് ചത്തു കിട്ടുന്ന പണി എന്റെ മോന് വേണ്ട. 3 തലമുറ തകർത്ത് ഈ നാശം ഉപേക്ഷിച്ചൂടെ? മദ്യപിക്കാത്ത ഭരതനെ ഒന്നിനും കൊള്ളില്ല വൈഫേ. മദ്യപിച്ച പിന്നെ കൊള്ളില്ല. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും വേണ്ടാതാവും. വാടാ.
ഈ ഭാര്യയുടെ പേര് കഴിഞ്ഞ ആശുപത്രിയിൽ ഞാൻ കഴിവ് തെളിയിച്ചു എന്ന് പറഞ്ഞു വരുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഈ പ്രിന്റ് മുഴുവൻ ഇവന്റെ കഴിവാണെന്ന് എന്റെ വിചാരം. ഇതാ ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നീ വരുന്നുണ്ടോ? അളിയ ഒരു 5 മിനിറ്റ് നിങ്ങൾ പോയി ആ പ്രിയക്ക് ഒരു കമ്പനി കൊടുക്ക്. ഇവക്കോ നല്ല ആന ചന്തം. അളിയ പ്ലീസ്. ഹായ് ഗുരുജി, കണ്ടില്ലല്ലോ എന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. വിചാരിച്ചപ്പോ തന്നെ എത്തിയല്ലേ. അതാണ് ഗുരുജി. ഇത്തിരി തിരക്കിലായി പോയി. ആട്ടെ, എന്തായി നമ്മുടെ പുസ്തകത്തിന്റെ വർക്ക്? കഴിയാറായി, ഇനി ഒരു അല്പം. പ്രിയ എന്നും പറയാറുള്ള വാക്കാണ് കഴിയാറായി എന്ന്. സക്കീറേ, അതാരടാ? ഞാൻ ഇയാളെ എവിടേക്കോ വെച്ച് കണ്ടു മറന്ന പോലെ. എനിക്ക് ഇയാളെ അറിയാം. കള്ളിശാപ്പി വെച്ചായിരിക്കും. അതാ ഓർമ്മയ്ക്കൊരു മങ്ങല്. അതോ, അത് നമ്മുടെ ഗുരുജിയാടാ. ഗുരുജി? ഏത് ഗുരുജി? ഡേയ്, ഈ വിശ്വാമിത്രന്റെ കൊച്ചളിയനില്ലേ, അവന്റെ ഒടുക്കത്തൊരു ഡൗട്ട്. നീ കളഞ്ഞിട്ട് പോടേ. ചെല്ലേ, നീ വന്നേ. വരുന്നു. നീ ഇങ്ങ് വന്നേ. ഗുരുജി ഇവൻ എവിടെയൊക്കെ വെച്ച് കണ്ട് മറന്നു പോലും. എവിടെയോ കണ്ടു, പക്ഷെ ഓർമ്മയില്ല. ഓർമ്മയിൽ എവിടെയോ ഉണ്ട്, എവിടെയാന്നറിയില്ല. ചിലപ്പോൾ ജന്മാന്തരങ്ങൾക്ക് മുമ്പുള്ള ബന്ധമായിരിക്കാം. പക്ഷേ ഈ ജന്മത്തിൽ ഓർമ്മ കാണത്തില്ല. അതാണ് സൃഷ്ടിയിൽ ഭഗവാൻ സൂക്ഷിക്കുന്ന രഹസ്യം. അറിയിച്ചാൽ പിന്നൊന്നുമില്ലല്ലോ, വെറും ശൂന്യത. ശൂന്യതയിൽ എന്തന്വേഷിക്കാൻ അല്ലേ? തൃപ്തിയായല്ലേ? ലിസൺ പ്ലീസ്. പണ്ട് ഞാൻ ലഡാക്കിലായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പിന് കേരളം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനാണ് മൂപ്പറുടെ കൂടെ ഗൈഡായിട്ട് നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി ഒടുവിൽ ഞങ്ങൾ കുമരകത്തെത്തി. അവിടെ എവിടെ നോക്കിയാലും ഈ പുഴയുടെ തീർത്ത് ആണും പെണ്ണും കൂടെ ഈ പാറക്കല്ല് തുണി അടിച്ചലക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. മൂപ്പരതിങ്ങനെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അടിമുടി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എനിക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്നിട്ട് ഉടനെ എന്നെ ഫോൺ എടുത്തിട്ട് മൂപ്പര് ഭാര്യയെ വിളിച്ചിട്ട് പറയുക, കേരളം ഞാൻ കണ്ടു, നൈസ് പ്ലേസ്, റിയലി ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ മലയാളികൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, ഭയങ്കര ഭീകരന്മാരാണ്. അവന്മാര് പാറ പൊട്ടിക്കുന്നത് ജെട്ടി ഉപയോഗിച്ചാണ്. ഈ തുണി അലക്കുന്നത് കണ്ടിട്ട് മണ്ടം വിചാരിച്ചത് പാറ പൊട്ടിക്കുകയാണെന്നാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സായിപ്പന്നെ അർത്ഥം വെച്ച് നോക്കിയ എന്റെ രഹസ്യം. അങ്കിൾ, ഇത് ശരിക്കും നടന്ന കഥയാണോ? പിന്നെ ശരിക്കും നടന്ന കഥയാ. പക്ഷെ നടന്നത് ഫേസ്ബുക്കിലൂടെയാണെന്ന് മാത്രം. ഫേസ്ബുക്കിലോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ ഞാൻ വേറെ ആരോടെങ്കിലും കഥ പറഞ്ഞിട്ട് അവന്മാരത് മോട്ടിച്ച് ഈ ബുക്കിലിട്ടതായിരിക്കും. അല്ലാതെ അടിച്ചു മാറ്റിയതല്ല. അല്ല ഗൂർക്കെ, ഒരു സംശയം. ഗൂർക്കയോ? ആരാടാ നിന്റെ ഗൂർക്ക? സെക്യൂരിറ്റി ഓഫീസർ അങ്ങനെ വേണം വിളിക്കാൻ. അല്ല ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ കത്തി ഉറയിൽ നിന്ന് ഊരിയാൽ തിരിച്ച് രക്തം കാണാതെ കത്തി ഉറയിൽ ഇടില്ലാന്ന് കേൾക്കുന്നുണ്ട്. ആ സത്യാണോ? ശരിക്കും? അതെന്താ? അതാണ് ഞങ്ങളുടെ സിൻസിയാരിറ്റി. വളരെ നിർണായക ഘട്ടത്തിലേ ഞങ്ങൾ കത്തി ഉറയും ഊരാറുള്ളൂ. ഊരിയാലോ ചോര കണ്ടിട്ട് അത് തിരിച്ചിടും. അതാണ് അതിന്റെ നിയമം. അങ്കിൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഉറയുന്ന കത്തി ഊരാറേ ഇല്ല. അതെന്താ? അതെ, എനിക്ക് ചോര കണ്ടാ തലയിറക്കം പറ്റും. അതെ, ഞങ്ങളൊരു ചെറിയ രഹസ്യം അറിഞ്ഞു. എന്നാ രഹസ്യം? അത് ഈ വീട്ടിലെ വേലക്കാരി ജാനമ്മയായിട്ട് അണ്ണന്റെ ഒരു സെറ്റപ്പ് ചുറ്റിക്കളി ഉണ്ടെന്നോ. അത് ചുമ്മാ ഞാൻ വെറുതെ ഓരോ തമാശയൊക്കെ പറഞ്ഞ അവളെ തമാശയായിരിക്കും, അവർക്കത് സീരിയസാ. അവൾ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞു എന്ന് മാത്രമല്ല, അണ്ണനെ ഏൽപ്പിക്കാൻ ഒരു കത്തും തന്നിട്ടുണ്ട്. ആ കത്തിന് തരൂ. പക്ഷെ ചെലവ് ചെയ്യണം. ചെയ്യാം, എന്ത് ചെലവാണെങ്കിലും ചെയ്യാം. അത് ഈ ഗൂർക്കയ്ക്ക് ഒരു പ്രേമലേഖനം. കൂർക്ക, ഈ ചെറുക്കന്റെ വർത്താനം കണ്ടി ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇവൻ ഓറേന്ന് എന്റെ കത്തി ഊരിച്ചേ അടങ്ങത്തുള്ളൂ. മുന്നോടി കത്തി കത്തി അവനെ പഠിച്ചു. ഗുഡ് മോർണിംഗ് അലീന. I am practicing. നീ എന്താ ഒറ്റയ്ക്ക്? അങ്കിൾ എവിടെ? I am practicing to leave alone. എലീന, Please don't disturb me. Leave me alone. I am alone. നിനക്കിത് എന്ത് പറ്റി? കുന്തം. ഞാൻ ഒറ്റയ്ക്കാണ്, ആർക്കും ഒന്നും മനസ്സിലാവില്ല.
അതിനാൽ ഇനി ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്തേ? ഓഹോ, കാര്യം പിടികിട്ടി. കുശുമ്പും സംശയവും കൂടി മനസ്സിനകത്ത് ഒളിച്ചു കളിക്കുന്ന വരുന്നുണ്ട്. എടി, ഗായത്രി വന്നാണോ നിന്റെ പ്രശ്നം? അതിന് നിനക്കെന്താ? ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. അവളാരെയും കിഡ്നാപ്പ് ചെയ്യാൻ വന്നൊന്നുമല്ല. എനിക്കൊന്നും കേക്കണ്ട. കേൾക്കണം. ഓ ഗോഡ്, കോംപ്ലക്സുകൾ ഒന്നും ഇല്ലാത്ത ഒരെണ്ണത്തിനെ പോലും പെണ്ണായി നീ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. അടി അമ്മേ, അങ്ങനെയാണിതില്ലേ? പപ്പ ഏർലി മോർണിംഗ് പോകും. എക്സ്പെരിമെന്റിനുള്ള ഏത് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണം അത്ര. രാത്രിയാവും വരാൻ. വല്ലാത്ത ക്ഷീണം ഓടിയിട്ട് വീട്ടിൽ വന്ന ഒരു കാപ്പി ഇട്ടേ. ഓ ഷുവർ, പ്ലീസ് കം.